ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് മദീനത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരുപാട് ആഹാര സാധനങ്ങൾ കൊണ്ടുവച്ചിരുന്നു. ഒരുപാട് ധാന്യങ്ങളെ കണ്ടപ്പം വളരെ സന്തോഷിച്ചു. ബാറക്കല്ലാഹു ഫീ മൻ ജലബ, ഈ ആഹാര സാധനങ്ങളെ കൊണ്ടുവന്നവന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, അല്ല, ഇവര് പൂഴ്ത്തി വെച്ചതാണ്. വിളിച്ചു ചോദിച്ചു. രണ്ടുപേരായിരുന്നു. ഒന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന ആള്, വേറൊന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന ആള്. രണ്ടുപേരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ആഹാര സാധനങ്ങൾ പൂഴ്ത്തി വെച്ചത്? ഞങ്ങൾ വാങ്ങിക്കുന്നു, ഞങ്ങൾ പൈസ കൊണ്ട് വിൽക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഇഹ്തകറ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാര സാധനങ്ങളെ പൂഴ്ത്തിവെച്ചും മറ്റും ചതിക്കുന്നവരെ അവരെ രണ്ട് രീതിയിൽ അള്ളാഹു തആല ശിക്ഷിക്കും. ഒന്നുകിൽ അവരുടെ സ്വത്തിനെ അള്ളാഹു നശിപ്പിക്കും, അല്ലെങ്കിൽ അവരെ ജുദാം എന്ന് പറയുന്ന, നമ്മുടെ ഭാഷയിൽ ലെപ്രസി എന്ന് പറയുന്ന രോഗം കൊണ്ട് ശിക്ഷിക്കും എന്ന് ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ പറഞ്ഞു, ഞാൻ ഇനി ചെയ്യൂല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ വാദിച്ചു, ഞാൻ പൈസ കൊടുത്തു വാങ്ങി, ഞാൻ വെക്കുമെന്ന്. ഹദീദ് റിപ്പോർട്ട് ചെയ്യുന്ന റഅയ്നാഹു ജുദാമ, ആ മനുഷ്യൻ മദീനത്ത് ആ രോഗം, അള്ളാഹ് കാക്കട്ടെ, ആ രോഗം പിടിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. വളരെ പ്രയാസമുള്ള കാലമാണിത്. മനുഷ്യനെ ഏത് രീതിയിലുള്ള ഉപദ്രവങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്, അതുപോലത്തെ ഉപദ്രവങ്ങൾ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുമെന്നാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മുതലാളിമാൻ നമ്മൾക്ക് തരുന്നവൻ ഡ്യൂപ്ലിക്കേറ്റ് തരുന്ന കാലമാണ്. എന്നാലും ആഹാര സാധനങ്ങളിൽ പ്രത്യേകിച്ചും അതിന്റെ ആ ശിക്ഷ നോക്കൂ. ഒന്നുകിൽ അവനെ അഫ്ലസാക്കും, അവന്റെ സ്വത്തിനെ അള്ളാഹു നശിപ്പിക്കും, അല്ലെങ്കിൽ അവന്റെ ആരോഗ്യത്തെ. കാരണം ആഹാരം കൊണ്ട് നഷ്ടത്തിലാവുന്നത് ആരോഗ്യമാണ്. ഒരുത്തന് മോശമായ ആഹാരം കൊടുത്താൽ അതുകൊണ്ട് അവനിക്ക് നഷ്ടമാവുന്നത് അവന്റെ ആരോഗ്യത്തിലാണ്. അപ്പം അതുപോലെ ആരോഗ്യത്തെ അല്ലാഹ് കാക്കട്ടെ. കാരണം ഇസ്ലാമില് ഒരു മുസ്ലിമിന് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ വെള്ളം അല്ലാഹ് കൊടുക്കും. പാവം അതുപോലെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് കച്ചവടങ്ങളിലൊക്കെ സൂക്ഷിക്കാൻ വളരെ പ്രയാസമുള്ള കാലമാണ്. നമ്മളെ ചതിച്ചിട്ടുണ്ടാവും, അത് വിഷയമല്ല. നമ്മൾ കഴിയുന്നത്ര ആഹാര സാധനങ്ങൾ, മറ്റുള്ളവരുടെ ഹെൽത്ത് നശിക്കരുത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവൻ ഉപദ്രവിച്ചതുപോലെ ഉപദ്രവം കൊടുത്തുകൊണ്ട് ദുനിയാവിൽ തന്നെ അള്ളാഹ് ശിക്ഷിക്കുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. ഈ സന്ദേശം കച്ചവടങ്ങൾ ചെയ്യുന്നവർ, പ്രത്യേകം ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നവര്, അവന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചാൽ അള്ളാഹ് കാക്കട്ടെ എന്ന് തന്നെ പറയുക. നമ്മളെ ആരോഗ്യത്തെ ആയിരിക്കും അള്ളാഹു നശിപ്പിക്കുന്നത്. പ്രത്യേകം നിങ്ങൾ മുസ്ലിമോ ഹിന്ദുവോ ആരോ മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വിഷയം, നീ നശിപ്പിച്ചാൽ നിന്റെതിനെ നശിപ്പിക്കും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഈ കച്ചവടത്തിൽ അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. നൗഫലിന് അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. കച്ചവടം ഒരു ബർക്കത്തുള്ള കച്ചവടമാക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹ്റൈൻ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹ്റൈനിലെ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും വരുന്ന വർഷങ്ങൾ ബർക്കത്തിന്റെ വർഷങ്ങളാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.